ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് റേഷനറി വെച്ചിട്ടുള്ള ഒരു കിടിലൻ ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കാണാനൊക്കെ നല്ല രസമാണ്, അതുപോലെ തന്നെയാണ് ടേസ്റ്റും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പം 1 ഗ്ലാസ് റേഷനറിയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് വെള്ളത്തിലേക്കിട്ട് ഒന്ന് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അരി നമ്മൾ സെപ്പറേറ്റ് ആണ് വേവിക്കുന്നത്. അപ്പം അതിനകത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു പകുതി മുറി നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു സവോള അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പകുതി സവോള ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് വറുത്തെടുക്കാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് സോയ ചങ്ക്സ് വേണം, അത് 1 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം കശുവണ്ടി പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നെയ്യും എണ്ണയും കൂടെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലിട്ടൊന്ന് വറുത്തെടുക്കുക. അതുപോലെ തന്നെ മുന്തിരിയും ഇതുപോലെ ഇട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പം മുന്തിരി ഇതായിട്ടുണ്ട്, നമുക്കതൊന്ന് മാറ്റാം. അതുപോലെ അതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് കൊടുക്കുക. അതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് സവോള അതിങ്ങെടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് നമ്മൾ സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഏലക്ക, ഗ്രാമ്പു അതുപോലുള്ള കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. സവോള, പിന്നെ ക്യാരറ്റ്, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ സോയ ചങ്ക്സ്, ഇത് ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് മുറിച്ച് വെച്ചിരുന്നതാണ്, അതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങളിത് തയ്യാറാക്കുന്നതിന് മുമ്പ് ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് വെക്കണം. പിന്നെ അതിലേക്ക് പച്ചമുളകും ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം, നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വെന്ത് വരണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. ഇപ്പം 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇത്ര പൊടികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതെല്ലാം, ഈ പൊടികളൊക്കെ മൂത്ത് വരുന്നത് വരെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പൊടികളൊക്കെ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി തക്കാളിയും കൂടെ ഇട്ട് അതൊന്ന് വഴറ്റി എടുക്കണം. അതിലേക്ക് ഇപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്, നേരത്തെ ഇട്ട ഉപ്പ് തികഞ്ഞില്ല, അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തക്കാളി വെന്ത് വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പം തക്കാളിയൊക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ തൈരും കൂടെ ചേർക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ചേർത്തിട്ടില്ല, തൈര് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചോറ് അധികം കുഴഞ്ഞു പോകാതെ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ആ ഒരു പരുവത്തിലെടുക്കണം. നമ്മൾ നാരങ്ങ നീര് ചേർത്തിരിക്കുന്നത് കൊണ്ട് ചോറ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒട്ടിപ്പിടിക്കുകയില്ല. അപ്പം കുഴഞ്ഞു പോകാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചോറൊന്നും ഒരുപാട് കുഴഞ്ഞു പോകാത്ത രീതിയിൽ ആ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരുന്ന സവോള, കശുവണ്ടി പരിപ്പ്, മുന്തിരി ഇതെല്ലാം കൂടെ ഒന്ന് പുറത്തോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഏറ്റവും കുറച്ചിടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റേഷനറി വെച്ചിട്ടുള്ളൊരു ബിരിയാണി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ എന്നും ചോറ് വെച്ച് കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ദിവസം ഇതുപോലൊരു ചേഞ്ചിന് വേണ്ടി റേഷനറി വെച്ചിട്ട് നമുക്ക് ഇതുപോലൊരു ബിരിയാണി തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്യണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്